നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നോക്കാൻ പോകുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെയും അവരുടെ ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും ഒരു കറണ്ട് എനർജിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി. അതല്ലെങ്കിൽ വിട്ടേക്കുക, സ്കിപ്പ് ചെയ്ത് കളയുക. ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്കൊന്നും വലിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു റീഡിംഗ് കണക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിനോട് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ, എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത്. മെമ്പർഷിപ്പ് ബട്ടണിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പിലോട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു മെമ്പേഴ്സിന് മാത്രമായിട്ട് ലൈവ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകുന്നതായിരിക്കും. ഒരു വ്യക്തത വരുത്താനായിട്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നതാണ്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോയിലോട്ട് പോകാം. ലൈക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാം. അപ്പം നമുക്ക് കാർഡ്സ് എടുക്കാം. ഫസ്റ്റ് കാർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ദ വേൾഡ് കാർഡാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. രണ്ട് കാർഡ് കയറി വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ദ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. ദ സൺ കാർഡ് വന്നിട്ടുണ്ട്. കാർഡോടെ എടുത്ത് നോക്കാം. ദ ഡബിൾ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ദ വേൾഡ് കാർഡായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അവരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ വന്നിരിക്കുന്നത്. ഒരു തിരിച്ചറിവ്, ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു തിരിച്ചറിവ്, ഒരു പക്വത. ഇത്രയും നാൾ ചെയ്തത് ഒരു നീതി അവർക്ക് തെറ്റായിപ്പോയി എന്നുള്ളൊരു നല്ലൊരു ധാരണ അവരിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു വളരെ പോസിറ്റീവ് മൈൻഡായിട്ട് വരുന്ന ഒരു കാർഡാണത് വേൾഡ് കാർഡെന്ന് പറയുന്നത്. അപ്പം അവർക്ക് അവരുടെ കൂടുള്ള വ്യക്തിയുടെ ശരിക്കുമുള്ള ഒരു സ്വഭാവം അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്കിവിടെ സെക്കൻഡായിട്ട് കാണാൻ കഴിയുന്നത്. ക്യൂൻ ഓഫ് കപ്സ്, അവരുടെ കൂടെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവരുടെ കൂടെ നിന്ന് എത്രത്തോളം അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളത് അവർക്ക് ശരിക്കും ബോധ്യമായിരിക്കുന്നു. ഇന്നത്തെ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിഷം, അല്ലെ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു സ്വഭാവം, ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്ന അവരുടെ ഒരു സ്വഭാവം
പുറത്ത് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം അവരുടെ ഒരു മുഖംമൂടി വലിച്ച് കീറി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ശരിക്കും അവരെ യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു, അവരെ മുതലെടുക്കുകയായിരുന്നു ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് ഉള്ളൊരു തിരിച്ചറിവ് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവരെ മുന്നോട്ടേക്കുള്ള ഒരു എല്ലാം തടസ്സപ്പെടുത്തുന്നത് ഉള്ളൊരു ഫീലിങ്സാണ്. ശരിക്കും അവർ ഷോക്കായി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്രയും നാൾ അവർ ധനപരമായിട്ടുള്ള അവരുടെ ധനങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്തു, അവർ മുതലെടുത്തു, അവരുടെ ജീവിതം മുതലെടുത്തു, അവരെ മൊത്തത്തിൽ അവരെ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് പറ്റിക്കുകയായിരുന്നു എന്നുള്ളൊരു ഒരു ശരിക്കുമുള്ള അവരുടെ ഒരു മുഖംമൂടി തിരിച്ചറിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ വ്യക്തി ആകപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഒന്നിനും പറ്റാതെ മുന്നോട്ട് പോവാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഇതിനൊരു നീതി ഉണ്ടാവണം, ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവണമെന്ന് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. അവർ തളർന്നു പോയിരിക്കുകയാണ്, അവർ നിരാശയാണ്. അവർ ചെയ്തു പോയ തെറ്റിൻ്റെ ആക്കം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് മൊത്തത്തിൽ അവർ തളർന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ച് പോയിരുന്നത് എന്ന് അവരെ അടിമുടി തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് എങ്ങനെങ്കിലും ഇതിനകത്തുനിന്ന് കരകയറി വെളിയിൽ വരണമെന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴിയാണ് അവർ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവർ സ്നേഹം നടിച്ച് പറ്റിക്കുകയായിരുന്നു. അവരുടെ ഒരു ഗൂഢാലോചന, അവരുടെ ഒരു തന്ത്രം എല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ്. അവർ സ്വയം പലരും ഇപ്പം നിങ്ങളായിട്ട് അവരുടെ ഒരു മുഖം മൂടി പലതവണയായിട്ടും നിങ്ങളെ പേഴ്സണെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, പല ആളുകൾ മുഖാന്തരം അത് അറിയിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും കണ്ടില്ല, യൂണിവേഴ്സായിട്ട് കാണിച്ചു കൊടുത്തു. അതാണ് സത്യം. കാരണം മറ്റുള്ളവർ പറയുന്നതിനെക്കാട്ടി നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും നമ്മളെ ചെവി കൊണ്ട് കേൾക്കുകയും അതിനൊരു വ്യക്തത വരികയും ചെയ്യുമ്പോഴാണ് ചെയ്തത് തെറ്റാണ്, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം തെറ്റാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ തളർന്നിരിക്കുന്നത്. ചെയ്തു പോയതെല്ലാം തെറ്റായിപ്പോയി, ഇങ്ങനൊരു ഡബിൾ എനർജിയുടെ കൂടെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്, ഞാൻ എന്തൊരു വലിയ തെറ്റാണെന്ന് ചെയ്തിരുന്നെന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വഴിയാണ് അവർ നോക്കുന്നത്. ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവണമെന്ന് ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചിറങ്ങാം, അവർ മനസ്സുകൊണ്ട് ഇനി ഇത് വേണ്ട എന്നൊരു തീരുമാനം ഇവിടെ എടുത്തു എന്നുള്ളതാണ്. കിങ് ഓഫ് വാൺസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് ഒരു സ്ട്രോങ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം ഇവിടെ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. അവർ ചിന്തിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കിങ് ഓഫ് വാൺസ് ആയിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അവർ ഹെർമിറ്റ് എനർജി, അവർ ചിന്തിക്കുകയാണ് പുറകോട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം അവർ ചെയ്തു കൂട്ടി എന്നുള്ളത് അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ആ ഒരു ഡബിൾ എനർജിയെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ഈ ഒരു ഡബിളിൻ്റെ കൂടെയാണല്ലോ അവർ ഇത്രയും നാൾ അവരുടെ സമയം പാഴാക്കി കളഞ്ഞത്, അവർക്ക് എന്തുമാത്രം നാശനഷ്ടങ്ങൾ അതിനകത്ത് ഉണ്ടായി എന്നൊക്കെയുള്ള ചിന്തകളാണ് അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ കുടുംബം അവർക്ക് നഷ്ടമായി, അവരുടെ കുടുംബത്തിൻ്റെ അടുത്ത് എന്ത് ഒരു നീതിയില്ലാത്ത പ്രവൃത്തിയാണ് അവർ പെരുമാറിയത്. ഇങ്ങനൊരു പേഴ്സണ് വേണ്ടിയിട്ടാണല്ലോ അവരെല്ലാം തുലച്ചതെന്നുള്ള ഒരു വിഷമത്തിലാണ് അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവർക്ക് പുതിയൊരു തുടക്കത്തിനായിട്ടാണ് അവരിനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സൺ കാർഡ്, ഒരു പ്രതീക്ഷ, പക്ഷേ അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ മുമ്പിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് പുതിയൊരു തുടക്കം വേണമെന്ന് ഈ ഒരു ഡബിൾ എനർജി, മുമ്പിലുള്ള ഡബിൾ എനർജി എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഈ നെഗറ്റിവിറ്റി എല്ലാത്തിൽ നിന്ന് അവർക്ക് മറികടക്കണം. തീർച്ചയായും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഒറ്റയ്ക്ക് ആലോചിച്ച് ഇരിക്കുന്നത്. അവർക്ക് ഇനിയിപ്പം അത് ആരോടും ഒന്നും പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അവർക്ക് സ്വയം ഇരുന്ന് അവർ ആലോചിക്കുകയാണ്, മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അവർ. അപ്പം തീർച്ചയായും ഇതാണ്ട് കണ്ടില്ലേ, എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയതും 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിരാശപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുകയാണ് അവർ. ഇതിന് ഒരു ഉറക്കമില്ലാതെ ഒരു സാഹചര്യം, ഒന്നിനും പറ്റാതെ തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്
എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഇങ്ങനൊരു ഗൂഢാലോചന. അപ്പോൾ തേർഡ് പാർട്ടി മുഖാന്തരം എത്രത്തോളം അവരുടെ എല്ലാവരും കൂടെ ചേർന്ന്, തേർഡ് പാർട്ടി ഒറ്റയ്ക്കല്ലായിരുന്നു, ഒരു അവരുടെ കൂടെ മറ്റാരോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വലുതല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 5 ഓഫ് വാൺസ്, വലിയ വലിയ പ്രശ്നങ്ങൾ, പുറമേ ഒന്നും ആരും അറിഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിനുള്ളിൽ ഇത്രയും നാളൊരു വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ വലുതല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരാകപ്പാടെ ഈ ഒരു സിറ്റുവേഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ്. 5 ഓഫ് സോൾസ്, അവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അവർ ഇപ്പോൾ സ്വന്തമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഒരു തലയിൽ കൈവച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മറികടന്നാൽ മതി എന്നുള്ളൊരു സാഹചര്യമാണ്. തീർച്ചയായും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു നീതി ഉണ്ടാവണം. അവരായിട്ട് ചെയ്തു വെച്ച ഒരു സാഹചര്യത്തിന് അവരായിട്ട് തന്നെ ഒരു നീതി നൽകണം എന്ന് തന്നെ അവർ ഉറച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 8 ഓഫ് സോൾസ്, ഇത് സ്വയമായിട്ട് അവർ തളച്ച് ഒരു സാഹചര്യമാണ്. അവരായിട്ട് കണ്ണുകെട്ടി അവരായിട്ടുണ്ടാക്കിയെടുത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് അവർ ഈ ദുഃഖിക്കുന്നത്. അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നപ്പോഴേക്കും അവർക്ക് ആകെ അവരെ തളർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് ഇവരെ കാണിക്കുക. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ശരിക്കുള്ള മുഖംമൂടി എന്താണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ ഒരു അവസ്ഥയിലായി. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ കാണിക്കുന്നത്. തീർച്ചയായും 6 ഓഫ് സോൾസ്, അവർക്ക് ഇതിൽ നിന്ന് തിരിച്ചിറങ്ങണം, തിരിച്ചിറങ്ങി പുതിയ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, പുതിയ ഒരു അവസ്ഥയിലോട്ട് പോകണം, പുതിയ അവസരങ്ങളിൽ, പുതിയ ഒരു ജീവിതത്തിലോട്ട് പോകണം. അവർക്ക് തിരിച്ചു വരണം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരാനായിട്ടായിരിക്കാം അവർ നിൽക്കുന്നത്. അതാണ് അവർ ലക്ഷ്യം കാണുന്നത് എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സ്പ്രെഡാണ്. ഇത്രയും നാളൊരു ചെയ്ത തെറ്റിനുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായല്ലോ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അവർ നല്ലൊരു വെളിച്ചം അവരുടെ ബുദ്ധിയിൽ വീശിക്കഴിഞ്ഞു. ഇപ്പോൾ ഇനി അവർ ശക്തമായിട്ടുള്ളൊരു നടപടി ഇതിനകത്ത് എടുക്കും എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. എന്താണ് തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം നോക്കാം. തേർഡ് പാർട്ടിയുടെ ഒരു കറണ്ട് എനർജി. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ. 10 ഓഫ് സോൾസ് ആണ് അവരുടെ ഒരു കറണ്ട് എനർജി. യെസ്, ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ശരശയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ. ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് കാർഡ് നമുക്ക് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ. ദ ഫൂൾ എനർജി വന്നിട്ടുണ്ട്. മേജർ അർക്കാന കാർഡാണ്, സ്റ്റാർ കാർഡും ഫൂൾ കാർഡും. അടുത്ത കാർഡ് നമുക്ക് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഓക്കെ, 5 ഓഫ് കപ്സ് ആണ്. സെയിം എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും എനിക്ക് കയറി വന്നിരുന്നു. ഒരു ഒറ്റപ്പെടൽ, ഒരു ചിന്ത ഒക്കെ ആ ഒരു എനർജി സെയിം ഇവിടെയും എനിക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 5 ഓഫ് സോൾസ് ആണ് വന്നിട്ടുണ്ട്. ഒരു ചീറ്റിംഗ്, ഒരു നീതിയുക്തമല്ലാത്ത പെരുമാറ്റം ഒക്കെയാണ് ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. സെയിം 3 ഓഫ് പെൻറ്റിക്കിൾസ്, സെയിം എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എടുത്തപ്പോഴും വന്നിരുന്നു. ഞാനതിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു ഗൂഢാലോചനയുണ്ട്, അവർക്ക് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് എന്നുള്ളത് ഞാനവിടെ വ്യക്തമായിട്ട് കണ്ടിരുന്നു. സെയിം എനിക്കിതിലും ആ ഒരു എനർജി കയറി വന്നിട്ടുണ്ട്. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അടുത്ത കാർഡ് നോക്കാം. ദ എംപറർ കാർഡ് വന്നിട്ടുണ്ട്. ഒരു രാജാവ്, ഒരു എങ്ങും തല താഴ്ത്താത്ത തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജാവ്. ദ സൺ കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ദ സൺ കാർഡ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് അർത്ഥം, മീനിങ് ആണ് സൺ കാർഡിൻ്റെ റിവേഴ്സായിട്ട് വരുമ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ്. ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ സാഹചര്യം വളരെ മോശമാണ്. 5 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 5 ഓഫ് വാൺസ് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാം. അപ്പോൾ എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സ്പ്രെഡായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്
10 ഓഫ് സോൾസ് ആണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത്. അവരുടെ ഒരു കറണ്ട് എനർജി ഇപ്പോൾ ഈ ഒരു സാഹചര്യമാണ്. അവർ ഇപ്പോൾ പുറമേ നമ്മൾ നോക്കാൻ നേരത്ത് നല്ല സ്ട്രോങ് ആയിട്ടാണ് അവർ നിൽക്കുന്നതെങ്കിലും അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഓഫ് സോൾസ് ആണ്. എല്ലാം തകർന്ന് അടിഞ്ഞ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവരുടെ മുഖംമൂടി വലിച്ച് കീറി എന്ന് അവർ അറിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു സാഹചര്യം ഇതാണ്, ഒരു ശരശയ്യയിൽ കിടക്കുന്ന ഒരവസ്ഥ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ കിടന്നിട്ടും എന്താണ് പുതിയ പ്രതീക്ഷയ്ക്ക് വക, അതാണ് അവർ നോക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാം, പുതിയൊരു തുടക്കം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അവർ ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടും അവർ ആലോചിക്കുന്നത്. അപ്പം കടുത്ത ഒരു നിരാശ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം അവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മുമ്പിലുള്ള വഴിയെല്ലാം അടഞ്ഞു പോയി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. മുമ്പിലുള്ള വഴിയെല്ലാം അടഞ്ഞ് ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കണമെന്ന് തന്നെയാണ്, പുതിയൊരു തുടക്കം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവിടെയും ചീറ്റിംഗ് എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചതി കൊണ്ട് നേടാനാണ് അവർ ആലോചിച്ച് കൂട്ടുന്നത്. ചതിപ്രയോഗത്തിലൂടെ മുന്നേറാമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നത്. അതിനവർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഞാൻ ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എടുത്തപ്പോഴും 3 ഓഫ് പെൻറ്റിക്കിൾസ് എനിക്ക് കയറി വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് ഒരു ഗൂഢാലോചന, അവരുടെ കൂടെ വേറെ ഏതോ വ്യക്തികളും അവരെ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ ആ ഒരു റീഡിങ്ങിലൂടെയും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ എനിക്ക് വന്നേക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ്. അവരുടെ ഈ ഒരു ചീറ്റിങ്ങിൽ, ഈ ഒരു ചതിപ്രയോഗത്തിൽ അവർ ഒറ്റയ്ക്കല്ല, അവർക്ക് ആരൊക്കെയോ അവർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു വഴി കൂടെയാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാര്യം. നേരായ പാതയിലൂടെയല്ല അവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ പുതിയ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. ആരുടെയും മുമ്പിൽ ഒരു ചെയ്തത് തെറ്റായി പോയെന്ന് അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതാണ് ഇത്രയും തെറ്റ് ചെയ്തിട്ടും തല ഉയർത്തിപ്പിടിച്ച് ഞാൻ ചെയ്തതാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ചെയ്ത തെറ്റ് സമ്മതിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ പേഴ്സണും അവിടെ നിരാശപ്പെട്ട് ഇത്രയും ഒരു ഡെവളിൻ്റെ കൂടെ ആണല്ലോ ഞാൻ ജീവിച്ചതെന്ന് ഒരു നിരാശയിലൂടെ അവർ മാറിയിരിക്കുന്നു. അവരാകെ തകർന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും അവരവരെ ന്യായീകരിച്ച് അവർ തല ഉയർത്തി നിൽക്കുകയാണ്. ഇവിടെ സൺ എനർജി റിവേഴ്സ്ഡ് ആയിട്ടാണ് എനിക്ക് വന്നേക്കുന്നത്. കാരണം പ്രതീക്ഷ, പുതിയ തുടക്കമില്ല എന്ന് തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സൺ എനർജി വരുമ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഈ ഒരു കാർഡ് നേരെ വരുന്നതെങ്കിൽ ഇത് തിരിച്ച് റിവേഴ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു പരിവർത്തനം ഉണ്ടാകുകയില്ല ഇനി അവരുടെ ജീവിതത്തിൽ എന്ന് തന്നെയാണ് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അവരുടെ ഒരു സ്വഭാവം മൂലം അവർ വരുത്തി വെച്ച വിനയാണിത്. അത് തീർച്ചയായും ഈ ഒരു അവരുടെ കൂടെ അവർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന ആ ഒരു വ്യക്തികളും അവരുടെ കൂടെയുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. നീതിയുക്തമല്ലാത്ത ഫൈറ്റ് എന്നാണ് ഈ ഒരു കാർഡിനെ സൂചിപ്പിക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും നീതിയുക്തമല്ല എന്നിവിടെ വ്യക്തമാണ്. അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരാകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ. അവർ പുതിയ തുടക്കത്തിനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് തന്നെയാണ് സൺ കാർഡ് റിവേഴ്സായിട്ട് വന്നതുകൊണ്ട് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു എനർജി, ആ ഒരു പുതിയ സ്നേഹത്തിന് വേണ്ടി പരിവർത്തനം അവർ ചെയ്യാനായിട്ട് പലതും ശ്രമിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ അവിടെ പ്രശ്നങ്ങളാണ്, അവരുടെ മുമ്പിലെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് എനിക്ക് കഴിയുന്നത്. അവരുടെ ഒരു നീക്കവും ഇനി സാധ്യമല്ലാത്ത ഒരു തടസ്സങ്ങളാണ് മുന്നിലോട്ട് കാണുന്നത്. തീർച്ചയായും എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന ഒരു കാർഡെന്ന് പറയുമ്പോൾ 3 ഓഫ് സോൾസ് ആണ്. ഒരു തകർച്ചയുടെ ഒരു കാർഡായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. മുന്നിലോട്ട് ഒരു ബന്ധത്തിൻ്റെ ഒരു തകർച്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ധനപരമായിട്ടുള്ളതും മാനഹാനി, തടസ്സം എല്ലാമാണ് അവരുടെ മുന്നിലായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അവർ മെൻ്റലി സ്ട്രെസ്ഡ് ആണ്. അവർ ആലോചിക്കുകയാണ് അവർ ചെയ്തു പോകുന്നത് ശരിയായിട്ട് വരുമോ എന്നുള്ളൊരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, തളർന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒന്നിനും വഴിയില്ലാതെ ഒറ്റപ്പെട്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ അതേ ഒരു എനർജി ഇവിടെ എനിക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ എനിക്കിതാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇതിനെ സംബന്ധിച്ച് കുറച്ച് ക്ലൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നോക്കാം. കുറച്ച് ക്ലൂസ് ഇന്നത്തെ റീഡിങ്ങുമായിട്ട് സംബന്ധിച്ച് ഞാൻ കുറച്ച് ക്ലൂസ് ഷഫിൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ 9 വന്നിട്ടുണ്ട്. വിശാഖം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. M എന്ന ലെറ്റർ വന്നിട്ടുണ്ട്.
അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. തൃശ്ശൂർ എന്ന സ്ഥലം വന്നിട്ടുണ്ട്. വി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 8 എന്ന അക്കം വന്നിട്ടുണ്ട്. കാർത്തിക എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. നമ്പർ 2 വന്നിട്ടുണ്ട്. നമ്പർ 31 വന്നിട്ടുണ്ട്. മലപ്പുറം എന്ന സ്ഥലം വന്നിട്ടുണ്ട്. ലെറ്റർ 6 വന്നിട്ടുണ്ട്. പൂയം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. 29 അക്കം വന്നിട്ടുണ്ട്. അത്തം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. കായംകുളം എന്ന സ്ഥലം വന്നിട്ടുണ്ട്. 16 നമ്പർ വന്നിട്ടുണ്ട്. എസ് എന്ന അക്ഷരം വന്നിട്ടുണ്ട്. ചിത്തിര എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. രേവതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. തൃക്കേട്ട എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. മൂലം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട്. നമ്പർ 7 വന്നിട്ടുണ്ട്. പാലക്കാട് എന്ന സ്ഥലം വന്നിട്ടുണ്ട്. തുറക്കാനായിട്ട് തിരുവനന്തപുരം എന്ന സ്ഥലം വന്നിട്ടുണ്ട്. ഡി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. 31 എന്ന ലെറ്റർ വന്നിട്ടുണ്ട്. അക്കം വന്നിട്ടുണ്ട്. 31. ചേർത്തല എന്ന ലാസ്റ്റായിട്ട് ചേർത്തല എന്ന സ്ഥലം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ റീഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പം ഇത് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.